ജി സുധാകരനെതിരെ അമ്പലപ്പുഴ MLA H. സലാമിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തായിട്ടുണ്ട്. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എന്ന കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ കടമെടുത്താണ് ഇതിൽ തലക്കെട്ടൊക്കെ നൽകിയിരിക്കുന്നത്. MLA വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. എന്തായാലും സർക്കാർ തലപ്പത്ത് നിന്ന് ഇങ്ങനെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് തുടർച്ചയായി ജി സുധാകരൻ ഇങ്ങനെ സർക്കാരിനെതിരെയും അല്ലെങ്കിൽ CPM-നെതിരെയും ഒക്കെ ഒളിയമ്പുകളും നേരിട്ടും ഒക്കെ ഇത് പ്രശ്നത്തിലാകുന്നു, വിവാദത്തിലാക്കുന്നു എന്ന പശ്ചാത്തലത്തിൽ കൂടിയാണോ എന്നൊരു സംശയം. അതാണ് ഇനി അറിയേണ്ടതും. സുധീഷ് ഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി. സുധീഷ്, ഈ സുധാകരനെ മെരുക്കാനാണോ നീക്കം? അങ്ങനെ തന്നെ വേണം ധരിക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം കേസെടുക്കുമ്പോൾ തന്നെ അത് സംബന്ധിച്ച നിയമോപദേശത്തിലും എല്ലാം തന്നെ പറഞ്ഞിരുന്നത് ഇത്തരം ഒരു കേസെടുത്താലും അത് നിലനിൽക്കില്ല എന്ന തരത്തിലുള്ള നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചിരുന്നത്. അത് വാക്കാലുള്ള ഒരു നിർദ്ദേശം കൂടിയായിരുന്നു. എന്നിട്ടും ജി സുധാകരനെതിരെ വളരെ പെട്ടെന്ന് തന്നെ കേസെടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയതിന് പിന്നിൽ CPM നേതൃത്വം തന്നെയാണ്. CPM-ന്റെ ഒരു പകപോക്കൽ ഇതിന് പിന്നിലുണ്ട് എന്നതാണ് സംശയം ഉണ്ടായിരുന്നത്. ആ സംശയത്തിന് കൂടുതൽ ശക്തി പകരുന്നതാണ് ഇപ്പോൾ H. സലാം സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുന്ന ഈ പോസ്റ്റ്. ഫേസ്ബുക്കിലാണ് ഇത്തരത്തിൽ കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ജി സുധാകരന് മറുപടി നൽകുന്നത്. കഴിഞ്ഞ ദിവസം കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സന്ദർശിച്ചപ്പോൾ ജി സുധാകരൻ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചിരുന്നു. ഒരു യുദ്ധക്കളമാക്കിയിട്ടിരിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എന്നതായിരുന്നു ജി സുധാകരൻ അഭിപ്രായപ്പെട്ടത്. അതിനുള്ള മറുപടി കൂടി പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ജി സുധാകരനെതിരെ ഒരു തരത്തിൽ H. സലാമിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്കെല്ലാം തന്നെ കൈപിടിച്ചുയർത്തിയ ജി സുധാകരനെതിരെ തന്നെ പരസ്യമായി രംഗത്ത് വന്നത്. നേരത്തെയും ഇത്തരത്തിൽ ജി സുധാകരനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ജി സുധാകരനെതിരെ കേസെടുക്കുന്നതിന്റെ ഏറ്റവും താല്പര്യം CPM നേതൃത്വത്തിന് തന്നെയാണ് എന്നതാണ്. കാരണം CPM ഈ സർക്കാരിന്റെ ചില സമീപനങ്ങളെ എല്ലാം വിമർശിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ജി സുധാകരന്റെ പരാമർശം ഉണ്ടായിരുന്നു. H. സ്വരാജിന്റെ ചില അഭിപ്രായ പ്രകടനങ്ങളിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. ജിനേഷ് MLA-ക്ക് വിമർശനം ഉണ്ടായിരുന്നു. അതുപോലെ ആഭ്യന്തര വകുപ്പിനെതിരെയും നേരത്തെ പറഞ്ഞിരുന്നു. ഇതേ ഇപ്പം ജി സുധാകരനെതിരെ കേസെടുത്ത അതേ സ്റ്റേഷനിൽ 2 പരാതികൾ ജി സുധാകരൻ നൽകിയിരുന്നു. അതിൽ ഒരു തുടർ നടപടിയും ഉണ്ടായില്ല എന്ന വിമർശനവും ഉന്നയിച്ചിരുന്നു. അതേ പോലീസ് തന്നെയാണ് ഇപ്പോൾ സുധാകരനെതിരെ ഇത്തരത്തിൽ പിടിയുന്ന കേസെടുക്കുന്ന ഒരു സമീപനം ഉണ്ടായത്. ജില്ലാ കളക്ടർ ഒരു കത്ത് നൽകിയിരുന്നെങ്കിൽ കൂടിയും ഇത് പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അത് സംബന്ധിച്ച നിയമോപദേശം തേടുമ്പോൾ ഈ കേസെടുക്കുന്നതിന് ആസ്പദമായി കാണിക്കുന്ന വീഡിയോ സംബന്ധിച്ച ആ വീഡിയോ അഭിഭാഷകന് നൽകിയിരുന്നില്ല, DDPക്ക് നൽകിയിരുന്നില്ല. മറിച്ച് ഈ 89-ൽ നടന്ന ഒരു സംഭവമാണ്. ഈ കാലപ്പഴക്കം ഇത് കേസെടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമാകുമോ എന്ന ചോദ്യം മാത്രമായിരുന്നു DDPയുടെ ചോദിച്ചിരുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയതോടൊപ്പം തന്നെയാണ് അഭിഭാഷകൻ ഇത് സംബന്ധിച്ച് ഇത്തരം ഒരു കേസ് എടുത്താലും അതിന് തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കില്ല, നിലനിൽക്കില്ല എന്ന ഒരു അഭിപ്രായവും നൽകിയത്. എന്നാൽ എന്നിട്ടും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി സുധാകരനെതിരെ കേസെടുക്കുകയായിരുന്നു. ഇതിൽ CPM-ന്റെ പകപോക്കൽ ഉണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ദിശ, ഈ മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന CPM ആണല്ലോ. CPM നേതാക്കളെയും നമുക്കറിയാം. ഈ കുറച്ച് ആലപ്പുഴയിൽ നിന്ന് കുറച്ച് അകലെ അല്ലാതെ ഈ പത്തനംതിട്ടയിലേക്ക് എത്തിയാൽ, കോന്നിയിലേക്ക് എത്തിയാൽ, കോന്നി MLA ഫോറസ്റ്റ് ഓഫീസിലേക്ക് കാണിച്ച പരാക്രമം നമ്മൾ കണ്ടതാണ്. അതിന് CPM-ന്റെ കൂടെ പിടിച്ചു നിൽക്കുന്നത് നമ്മൾ കാണുന്നതാണ്. MLA-ക്ക് പിന്തുണയുമായി മന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്, സ്വന്തം ജീവനക്കാരെ തള്ളിപ്പറഞ്ഞ്. ആ സാഹചര്യത്തിൽ ജി സുധാകരൻ പോലുള്ള മുതിർന്ന CPM നേതാവിനെ സംരക്ഷിക്കാൻ ഒരു കാലത്തും CPM തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ സുധാകരൻ പലപ്പോഴും ഇടഞ്ഞു നിൽക്കേണ്ടി വന്നു, ഒറ്റയാനായിട്ട് പൊരുതേണ്ടി വന്നു. ഇപ്പോൾ കൈവിട്ടു പോകും എന്നുള്ളൊരു ഭയമാണോ CPM-നുള്ളത്? ഇങ്ങനെ കളക്ടർ ഉടനെ തന്നെ കേസെടുക്കാൻ നിർദ്ദേശിക്കുന്നു, മലക്കം മറിഞ്ഞിട്ടും സുധാകരനെ വിടാതെ പിന്തുടരുന്നു. പിന്നീട് അങ്ങനെ തന്നെയാണ്. ഇത് സംബന്ധിച്ച ഈ 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പോസ്റ്റൽ ബാലറ്റിൽ കൃത്രിമം കാട്ടി എന്ന തരത്തിൽ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് തിരുത്തിക്കൊണ്ട് സുധാകരൻ 24 മണിക്കൂറിനുള്ളിൽ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് അത്തരമൊരു സംഭവമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി അതോടൊപ്പം തന്നെ അന്നത്തെ സ്ഥാനാർത്ഥിയും പറഞ്ഞിരുന്നു. അതിലുപരിയായി അന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-നോ BJP-ക്കോ ഒന്നും തന്നെ ഒരു പരാതിയുമില്ലായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു കൃത്രിമം നടന്നതായി
പറഞ്ഞ് ഇത് ഇപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലും രംഗത്തെത്താത്തപ്പോഴാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. അത് CPM-ന്റെ കൃത്യമായ ലക്ഷ്യത്തോടുള്ള സുധാകരനെ ഒന്ന് പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ കേസെടുത്തതിന് പിന്നിലുള്ളതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്കറിയാം MM മണി പറഞ്ഞത് 1, 2, 3 എന്ന് പറഞ്ഞ് കൊലപാതകം നടത്തിയതിനെ സംബന്ധിച്ച് പോലും പറഞ്ഞ കാര്യത്തിൽ ഈ കേസെടുക്കാൻ CPM നേതൃത്വം നൽകുന്ന സർക്കാരിന് തയ്യാറായിരുന്നില്ല. അതുപോലത്തെ ഓരോ കാര്യം ദിവ്യ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ADM-ന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ദിവ്യക്കെതിരെ കേസെടുക്കാൻ മടിച്ചു നിന്നവർ 24 മണിക്കൂറിനുള്ളിൽ G സുധാകരനെതിരെ നിയമോപദേശം തേടി കേസെടുക്കുന്നത്. എന്നാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിയമോപദേശം തേടാൻ തയ്യാറാവാതെ DDP-യോടാണ് നിയമോപദേശം തേടിയത്. അതുമുതൽ തന്നെ അതിൽ ഇതിനാസ്പദമായ വീഡിയോ മാറാതിരിക്കുക കൂടി ചെയ്തതോടെ അതിൽ കൃത്യമായ ലക്ഷ്യം പാർട്ടിക്കുണ്ട് എന്നത് ബോധ്യമാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം SP ഓഫീസിലേക്ക് FIR നമ്പർ ചോദിച്ച് നിരവധി തവണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിളി വന്നത്. അത്തരത്തിൽ പോലീസിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു കേസെടുക്കാൻ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ അതിൽ FIR ഇടിക്കുക, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുക എന്നീ നിർദ്ദേശങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു എന്ന സൂചനകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അനു. ശരി സുധീഷ്.